ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, വല്ലാത്തൊരു വാക്കാണത്. തന്റെ പ്രിയപ്പെട്ടവളോട് പറയാണ്, മോളെ, എന്റെ ദീൻ പൂർത്തിയാകണമെങ്കിലേ എനിക്ക് നിന്റെ തൃപ്തി വേണം. എല്ലാ മനുഷ്യരും എനിക്ക് അനുകൂലമാണ്, നീ എനിക്ക് എതിരാണെങ്കിൽ എനിക്ക് അള്ളാന്റെ സ്വർഗം കിട്ടൂല. ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച്? നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഉത്തമനാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന മാന്യനായ മനുഷ്യനാണ്. എന്നാൽ വീട്ടിലേക്ക് വന്നാൽ ഈ മാന്യതയൊന്നുമില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. പ്രിയപ്പെട്ടവളോടൊന്ന് ചിരിക്കാത്ത, അവരെ ചേർത്ത് പിടിക്കാത്ത ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് അവരുടെ പൊരുത്തമില്ല. പുണ്യനബി പറഞ്ഞില്ലേ, നിങ്ങളിൽ ഉത്തമൻ ആരാണ്? പ്രിയപ്പെട്ടവൾ പറയണം ഇവൻ ഓക്കെയാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ പൊരുത്തം മാത്രം പോരാ, ഭാര്യയുടെ പൊരുത്തമില്ലാത്ത ഭർത്താവിന് എങ്ങനെയാണ് സ്വർഗം നേടാൻ കഴിയുക? പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 5 രീതിയിലുള്ള കടപ്പാടുകളാണ് ഇനി പറയാൻ പോകുന്നത്. 1, മാതാപിതാക്കൾ. വഖള റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. മോനെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇതെന്തിനാണ് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കണം എന്ന് ഉടനെ ഈ വിഷയം ചേർത്ത് പറഞ്ഞത്? അതിന് മുഫസ്സിറുകൾ പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്നുണ്ട്, മാതാപിതാക്കളോട് കടപ്പാട് നിർവഹിക്കുന്ന ആളല്ലെങ്കിൽ അയാൾ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ഇത് അറിയിക്കാനും കൂടിയാണ് ഒന്നിച്ച് അള്ളാഹു പറഞ്ഞേക്കുന്നത്. മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം. ഇതേ ആശയം തന്നെ സൂറത്തുൽ ലുഖ്മാനിൽ കാണാം. അനിഷ്കുർലി വലിവാലിദൈക്, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. വലിവാലിദൈക്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ സൃഷ്ടാവ് ഞാനാണ്, ഹഖീഖിയാണ്. പക്ഷെ നേരെ നോക്കുമ്പോൾ നിന്റെ ഉപ്പയും ഉമ്മയും ഉള്ളത് കൊണ്ടാണ് നീ ഉണ്ടായത്, അല്ലേ? ആ കടപ്പാട്, കമ്മിറ്റ്മെന്റ് നീ അങ്ങോട്ട് കാണിക്കണം. അനിഷ്കുർലി വലിവാലിദൈക്. വേറെ ഏത് തെറ്റുപോലെയല്ല മാതാപിതാക്കളോട് കാണിക്കുന്ന തെറ്റ്. വേറെ ഏത് തെറ്റിനും ശിക്ഷ ആഖിറം വരെ അല്ലാഹു കാത്തിരിക്കും. മാതാപിതാക്കളോട് കാണിക്കുന്ന തെറ്റിന് ഇവിടുന്ന് തന്നെ ശിക്ഷകൾ കിട്ടിത്തുടങ്ങുന്നതാണ്. അതിൻ്റെ ഒരു ശിക്ഷയാണ് നമുക്ക് ജനിക്കുന്ന മക്കൾ നമ്മെ ധിക്കരിക്കും എന്നുള്ളത്. നമ്മുടെ മക്കൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത്.